ഹലോ, ആര്യൻ്റെ അമ്മയല്ലേ? അതെ മിസ്സേ. ഞാൻ അവൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളാ. അറിയാലോ, നിങ്ങളുടെ മോൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ മടുത്ത്. ഇത്തവണ അവൻ എന്ത് പ്രശ്നമാണ് മിസ്സേ ഉണ്ടാക്കിയത്? 2 പിള്ളേർ തലപൊട്ടി ഹോസ്പിറ്റലിലാ. നാളെ തന്നെ നിങ്ങൾ സ്കൂളിൽ വരണം. ശരി മിസ്സേ. സ്പീക്കറോ? നിന്റെ സ്കൂളിൽ നിന്ന് തന്നെ മിസ് വിളിച്ച്. ഇതോടെ എല്ലാ പ്രാവശ്യം എന്നെ സ്കൂളിൽ കൊണ്ടുവന്നല്ല നേർച്ചയുണ്ടോ നിനക്ക്? കൗതമ്മി എന്താ കാര്യം പറ. നിന്റെ സ്കൂളിൽ നിന്ന് നിന്റെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ച്. എടാ, നിന്നെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു അവർക്ക്. പ്രിൻസിപ്പലിനെ കൊണ്ട് എനിക്ക് നല്ല ശല്യം ഉണ്ടാകുന്നുണ്ടല്ലോ. ഞാൻ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ പോയി കംപ്ലൈന്റ് പറയും. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. നീ കാരണം 2 പിള്ളേരാ തലപൊട്ടി ആശുപത്രി കിടക്കുന്നത്. അതാണ് കാര്യം. കൗതമ്മ ഞാനൊന്നും അല്ല തലയടിച്ച് പൊട്ടിച്ചേ. എടാ, പിന്നെ എന്നെ എന്തോത്തിനാണ് അവര് സ്കൂളിൽ വിളിപ്പിച്ചത്? കൗതമ്മ ഞാൻ നോക്കുമ്പോ അവന്മാരൊക്കെ മുട്ടനടി കയ്യും വെച്ച് തലക്കൊക്കെ അടിക്കുന്നേ. എന്നിട്ടുണ്ടോ ഞാൻ ചെന്നവരെ പിടിച്ചു മാറ്റി. കാര്യം എന്റെ കൊച്ചു പ്രശ്നക്കാരനൊക്കെ ആണെങ്കിലും ഇപ്പൊ അവനൊരു നല്ല കാര്യമല്ലേ ചെയ്തത്. എന്നാലും എന്നെ എന്തിനാ അവര് വിളിച്ചത്? കൗതമ്മ ഞാൻ അവന്മാരെ പിടിച്ചു മാറ്റി. എന്നിട്ടും രണ്ടും കൂടെ മുട്ടനടിയാ. എടാ, പിന്നെന്തിനാണ് അവർ എന്നെ വിളിച്ചത്? കൗതമ്മേ, ഞാൻ പറഞ്ഞിട്ടൊന്നും അമ്മ കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അടിയൊന്നും നിർത്തണമല്ലോ. അവിടെ ഞാൻ മുറ്റത്ത് പോയി 2 പറക്കലെടുത്ത് 2 പേരുടെയും കൈ കൊടുത്ത് 2 പേരും അടിച്ച് തലപൊട്ടിയപ്പോ അമ്മ അടി നിർത്തി കേട്ടോ. എടാ മഹാഭാവി, നീ ഇത്ര പണിയാണോ കാണിച്ചത്? കൗതമ്മ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മ അടി നിർത്തത്തില്ലായിരുന്നു. ഞാനാ പോയി മിസ്സിനെ വിളിച്ചോണ്ട് വന്നേ. അല്ല കൗതമ്മ, 2 പേരും ഒരു ആശുപത്രിയിലാണോ?